നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മാസങ്ങളായി നമ്മൾ വാർത്തകളിൽ കാണുന്നത് അവിടുത്തെ കലാപങ്ങളും ഭരണമാറ്റവും ഒക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചകൾ മുഴുവൻ 2026 ഇന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. വളരെ നിർണായകമായ വാർത്തകളാണ്. ഒരുപക്ഷെ ആ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ടേണിംഗ് പോയിന്റായി വിശേഷിപ്പിക്കാവുന്നതാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ്. പതിറ്റാണ്ടുകൾ ഭരിച്ച ഷെയ്ഖ് ഹസീന ഒഴിഞ്ഞുപോയതിനു ശേഷം നടക്കുന്ന ആദ്യ ഇലക്ഷൻ. ആരായിരിക്കും ധാക്കയുടെ പുതിയ സുൽത്താൻ? ഇനി എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഇത്രത്തോളം ക്രൂഷ്യൽ ആകുന്നത്? ആരൊക്കെയാണ് പ്രധാന കരുനീക്കങ്ങൾ നടത്തുന്നത്? ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും? ഇതൊക്കെ പ്രധാന ചോദ്യങ്ങളാണ്. നമുക്കറിയാം, ഏകദേശം 15 വർഷത്തോളം ബംഗ്ലാദേശ് ഭരിച്ച ഷെയ്ഖ് ഹസീന സർക്കാർ വീണത് എത്ര പെട്ടെന്നായിരുന്നു എന്ന്. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന ആ വലിയ സ്റ്റുഡന്റ് അപ്രൈസിംഗ് അല്ലെങ്കിൽ വിദ്യാർത്ഥി വിപ്ലവമാണ് ബംഗ്ലാദേശിന്റെ മുഖച്ഛായ മാറ്റിമറിച്ചത്. ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ആ ഒരു പവർ വാക്യൂം, ആ ഭരണശൂന്യത, അത് നികത്താൻ നിലവിൽ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ററിം ഗവൺമെന്റ് ആണ് അവിടെയുള്ളത്. പക്ഷേ ഒരു താൽക്കാലിക സർക്കാരിന് എത്ര കാലം മുന്നോട്ട് പോകാനാകും? ജനങ്ങൾക്കിടയിൽ ഒരു ജനാധിപത്യ സർക്കാരിനായുള്ള ദാഹം വർദ്ധിച്ചു വരികയാണ്. ഇന്ന് 2026 ഫെബ്രുവരി 12 ബംഗ്ലാദേശ് ചരിത്രത്തിലെ ആ നിർണായകമായ ഡേ എത്തിക്കഴിഞ്ഞു. ഏകദേശം 18 മാസങ്ങൾക്ക് മുൻപ് നടന്ന ആ വലിയ വിദ്യാർത്ഥി വിപ്ലവത്തിന് ശേഷം ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച ശേഷം ബംഗ്ലാദേശ് ഇന്ന് പുതിയൊരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു. ഇന്ന് രാവിലെ 7:30 ലോക്കൽ ടൈം വോട്ടെടുപ്പ് ആരംഭിച്ചത്. ഈ ഇലക്ഷനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് താരിഖ് റഹ്മാന്റേതാണ്. BNP, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദ സിയയുടെ മകൻ. വർഷങ്ങളായി ലണ്ടനിൽ എക്സൈലിൽ കഴിയുന്ന താരിഖ് റഹ്മാൻ ഈ ഇലക്ഷനിലൂടെ ഒരു ഗംഭീര തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. മിക്ക പോൾ സർവേകളും വിരൽ ചൂണ്ടുന്നത് താരിഖ് റഹ്മാൻ അടുത്ത പ്രധാനമന്ത്രിയാകാൻ വലിയ സാധ്യതയുണ്ട് എന്നാണ്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഇപ്പോൾ ഏതാണ്ട് ഔട്ട് ഓഫ് ദി സീനായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ താരിഖ് റഹ്മാന്റെ പാത ഇപ്പോൾ വളരെ ക്ലിയർ ആണ് എന്ന് പറയണം. ഇങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. BNPയുടെ സഖ്യകക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിയും ഈ ഇലക്ഷനിൽ വലിയ ഘടകമാണ്. ഹസീനയുടെ കാലത്ത് നിരോധനവും അടിച്ചമർത്തലുകളും നേരിട്ട് അവർ ഇപ്പോൾ വലിയ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവരുടെ സ്വാധീനം കൂടുന്നത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. അതേസമയം വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച നഹീദ് ഇസ്ലാമിനെ പോലെയുള്ള യുവ നേതാക്കളെ മറക്കാൻ പറ്റില്ല. അവർ കേവലം പ്രതിഷേധക്കാർ മാത്രമല്ല, ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകാനും ആഗ്രഹിക്കുന്നുണ്ട്. പഴയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പകരം പുതിയൊരു പൊളിറ്റിക്കൽ വേവ് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ജനങ്ങൾക്കിടയിൽ ഇവർക്ക് വലിയ പോപ്പുലാരിറ്റിയും ഉണ്ട്. താരിഖ് റഹ്മാൻ 17 വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങിയെത്തിയത് BNPക്ക് വലിയ കരുത്താണ് നൽകുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇത് ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ മതേതര സ്വഭാവത്തെ ബാധിക്കുമോ എന്ന ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ചാലഞ്ച് തന്നെയാണ്. ഇവിടെ നമുക്ക് ഇന്ത്യയുടെ കാര്യമൊന്ന് നോക്കാം. ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തയായ ഒരു അലയായിരുന്നു. എന്നാൽ BNPയും ജമാഅത്തെ ഇസ്ലാമിയും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെയാകും? സെക്യൂരിറ്റി ഇഷ്യൂസ്, ബോർഡർ പ്രശ്നങ്ങൾ, ട്രേഡ് ഡീലുകൾ, ഇങ്ങനെ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഇടപെടലുകൾ ഈ ഒരു സാഹചര്യത്തിൽ വർദ്ധിക്കുമോ എന്ന ഭയം ഡൽഹിക്കുണ്ട്. ഇലക്ഷന് തൊട്ടു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണങ്ങൾ വളരെ ഗൗരവകരമാണ്. ഇനി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വ്യാപാരി കൊല്ലപ്പെട്ടതും ധാക്കയിൽ നടന്ന സ്ഫോടനങ്ങളും വലിയ വാർത്തയായിരുന്നു. ഏകദേശം 9 ലക്ഷം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഫ്രീ ആൻഡ് ഫെയർ എന്ന യൂനിറ്റ് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഗ്രൗണ്ട് ലെവലിലെ അവസ്ഥ അല്പം പുകയുന്ന ഒന്നാണ്. ഏതായാലും ഇന്ത്യ ഇന്ന് വളരെ സസൂക്ഷ്മമായിട്ടാണ് ഓരോ നീക്കവും നിരീക്ഷിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയ സാഹചര്യത്തിൽ അവിടെ വരാൻ പോകുന്ന പുതിയ ഗവൺമെന്റ് ഇന്ത്യയോട് എങ്ങനെയായിരിക്കും പെരുമാറുക? താരിഖ് റഹ്മാൻ പറഞ്ഞത് ഇന്ത്യയുമായി ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ ബന്ധമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. എന്നാൽ ജമാഅത്തെ പോലെയുള്ള കടുത്ത നിലപാടുകാരുടെ സ്വാധീനം കൂടിയാൽ അത് ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് വലിയ ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. ഇത്തവണത്തെ ഇലക്ഷന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ പോസ്റ്റൽ വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാസികളായ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾക്കും ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുമെന്നതൊരു വലിയ മാറ്റമാണ്. കൂടാതെ അമേരിക്കയുമായി വലിയ രീതിയിലുള്ള താരിഫ് ഡീൽസ് ബംഗ്ലാദേശ് ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് സാമ്പത്തികമായി രാജ്യം മെച്ചപ്പെടാനുള്ള ശ്രമത്തിലാണ് മുഹമ്മദ് യൂനുസിന്റെ ഗവൺമെന്റ്. ജെൻസി ഇൻസ്പയർഡ് ഇലക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ വോട്ടുകൾ ആർക്ക് ലഭിക്കും എന്നതാകും വിജയപരാജയങ്ങൾ തീരുമാനിക്കുക. ഓരോ വോട്ടർമാർക്കും 2 ബാലറ്റ് പേപ്പറുകളാണ് നൽകുന്നത്. ഒന്ന് അടുത്ത MP തിരഞ്ഞെടുക്കാൻ വൈറ്റ് ബാലറ്റും, രണ്ടാമതായി രാജ്യത്തിന്റെ പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള റെഫറൻഡത്തിൽ വോട്ട് ചെയ്യാൻ പിങ്ക് ബാലറ്റും.
ഇതിനെ ജൂലൈ ചാർട്ടർ എന്നാണ് വിളിക്കുന്നത്. അതായത് കേവലം ഒരു ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ സിസ്റ്റം തന്നെ മാറ്റണോ വേണ്ടയോ എന്ന് ജനങ്ങൾക്ക് ഇന്ന് തീരുമാനിക്കാം. ഏകദേശം 12.7 കോടി വോട്ടർമാരാണ് ഇന്ന് വിധി നിശ്ചയിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 പോളിംഗ് അവസാനിച്ചിരുന്നു. അർദ്ധരാത്രിയുടെ ട്രെൻഡുകൾ അറിയാൻ സാധിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. നാളെ, അതായത് ഫെബ്രുവരി 13 ഔദ്യോഗിക ഫലം പുറത്തുവരും. അവാമി ലീഗ് ഇല്ലാത്ത ബംഗ്ലാദേശ് പാർലമെന്റ് എങ്ങനെയായിരിക്കും? താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകുമോ അതോ ജമാഅത്ത് സർപ്രൈസ് നൽകുമോ? എന്തായാലും ബംഗ്ലാദേശിന്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് കടന്നുപോകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 ഇലക്ഷൻ ബംഗ്ലാദേശിന് ഒരു പുതിയ തുടക്കമാണ്. പക്ഷേ ആ തുടക്കം എത്രത്തോളം സമാധാനപരമായിരിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.